ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു കുക്കറിൽ ചെറുപയറാണ് എടുക്കുന്നത്. കുക്കർ അടുപ്പ് കത്തിച്ചിട്ട് അതിൽ 1 കപ്പ് ചെറുപയർ ഞാൻ കഴുകിയ 1 കപ്പ് ചെറുപയറാണെങ്കിൽ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് ചെറുപയറിന് 3 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. 1 കപ്പ് ചെറുപയറിന് 3 കപ്പ് വെള്ളം ഒഴിച്ച് ഞാനത് ഉപ്പും ആഡ് ചെയ്ത് ഞാൻ വേവിക്കാൻ പോവുക. ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഈ ബാച്ചിലേഴ്സിനും ഈ പി ജിയിലും ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന ബാച്ചിലേഴ്സിനും ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് ഹെൽത്തി ഫുഡും കൂടെയാണ്. നമ്മൾ ദോശയെല്ലാം കഴിക്കുന്നതിനേക്കാളും ഇത് പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് ബാച്ചിലേഴ്സ് മാത്രമല്ല, ഫാമിലി മെമ്പേഴ്സിനും, പെട്ടെന്ന് ജോലിക്ക് പോകുന്നവർ, എന്തെങ്കിലും പെട്ടെന്ന് എവിടെയെങ്കിലും പോകുന്നെങ്കിൽ പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഇതുണ്ടാക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് ചെറുപയറിൽ 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഉപ്പ് 1/4 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് ആഡ് ചെയ്ത് ഞാൻ കുക്കർ ക്ലോസ് ചെയ്ത് വയ്ക്കുക. ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാം. 5 വിസിൽ വരുന്നത് വരെ നമ്മളിത് വേവിക്കാം. അതിനുവേണ്ടി കുക്കറിൻ്റെ വെയിറ്റ് ഞാൻ ഇടുന്നുണ്ട്. ഇട്ടിട്ട് 5 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഇപ്പം 5 വിസിൽ വന്നു കഴിഞ്ഞു. ചെറുപയർ വെന്തു. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പം ചെറുപയർ വെന്ത് കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് ടേസ്റ്റിന് വേണ്ടി നമുക്ക് തേങ്ങ ആഡ് ചെയ്യാം. തേങ്ങ ആഡ് ചെയ്താൽ നമ്മൾ ചെരുക്കി വെച്ചേക്കുന്ന തേങ്ങ 2 പിടി തേങ്ങയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ 1 പിടി തേങ്ങ ഇടാൻ ആഗ്രഹമുള്ളവർ അങ്ങനെ ആഡ് ചെയ്യാം. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. ഞാനിവിടെ 2 പിടി തേങ്ങയാണ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് ഇത് കടഞ്ഞു കൊടുക്കാം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഫാമിലി മെമ്പേഴ്സ് മാത്രമല്ല, ബാച്ചിലേഴ്സിന് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കാം. അവർ ഇത് കുക്കറിൽ അടുപ്പത്ത് വച്ചേച്ച് അവരുടെ ബാക്കി ജോലികളെല്ലാം ചെയ്ത് കഴിയുമ്പം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കും. ചെറുപയർ നല്ല വെന്ത് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കും. ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടെ ഇട്ട് നമ്മൾ കുടിക്കുവാണെങ്കിൽ അടിപൊളി കിടിലൻ ടേസ്റ്റ് ആയിരിക്കും. ഇതേപോലെ വേറെ ഒരു ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാകത്തില്ല.